ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ബൈസെക്ടേഴ്സ് അഥവാ സമഭാജികൾ എന്ന ചാപ്റ്ററിലെ 3ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു നേർരേഖയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന എങ്ങനെയെന്ന് പഠിച്ചു. അതേപോലെ ചതുരവും സമചതുരവും വരയ്ക്കുന്നതും പഠിച്ചു. ലംബ സമഭാജി വരയ്ക്കുന്നതും സ്ക്വയറും റെക്റ്റാങ്കിളും വരയ്ക്കുന്നതും പഠിച്ചു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്ന പാരലോഗ്രം ആണ്. പാരലോഗ്രം എന്ന് പറഞ്ഞാൽ സാമാന്തരികം, അതായത് ഇത് ഒരു ക്വാഡ്രിലാറ്ററലാണ്, ഒരു ചതുർഭുജമാണ്, 4 വശങ്ങളുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താ? എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണ്. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വലും. പിന്നെ നമുക്ക് ഇവിടെ വികരണങ്ങളെ പറ്റി പറയുന്നുണ്ട്. വികരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽസ് എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് വരച്ച് കാണിക്കാം. അതായത് ഓപ്പോസിറ്റ് വേർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന എതിർമൂലകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് വികരണം കിട്ടുന്നത്. അതേപോലെ ഇങ്ങനെയും ഒരു വികരണം വരയ്ക്കാവല്ലോ. ഈ 2 എതിർമൂലകൾ ചേർത്തും ഒരു വികരണം വരയ്ക്കാം അല്ലേ? ഇനി നമുക്ക് അറിയാം ലംബ സമഭാജി വരയ്ക്കുന്നത് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. വികരണങ്ങൾ, ഈ ഡയഗണൽസ് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ, മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. അതായത് 1ാമത്തെ വികരണത്തിൻ്റെ മധ്യബിന്ദുവിൽ കൂടെ 2ാമത്തെ വികരണം കടന്നു പോകത്തുള്ളൂ. അതുപോലെ 2ാമത്തെ വികരണത്തിൻ്റെ മധ്യബിന്ദുവിൽ കൂടെ 1ാമത്തെ വികരണവും കടന്നു പോകത്തുള്ളൂ. ഫസ്റ്റ് ഡയഗണലിൻ്റെ മിഡ് പോയിന്റിൽ കൂടെയാണ് സെക്കൻഡ് ഡയഗണൽ പാസ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് ഡയഗണലിൻ്റെ മിഡ് പോയിന്റിൽ കൂടെ ഫസ്റ്റ് ഡയഗണൽ പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ പോയിന്റ്സ്, ഇതാണ് ഒരു പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ ഇവിടെ എഴുതാം. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഏത് പാരലോഗ്രം ആണെങ്കിലും ആ കണ്ടീഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ, അതായത് എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. 2ാമത്തെ പോയിന്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അതായത് ഈ 2 കോണുകൾ തുല്യമാണ്. അതേപോലെ മറ്റേ 2 കോണുകളും തുല്യമാണ്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ 2 ഡയഗണൽസ് ആണ് റെഡ് കളറിൽ വരച്ചിരിക്കുന്നത്. അത് ബൈസെക്ട്, അത് തുല്യമായിട്ട് മുറിച്ചു പോകുന്നു, അതായത് മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. അതായത് വികരണങ്ങൾ പരസ്പരം സമഭാജികളാണ്. അങ്ങനെ വേണമെങ്കിലും പറയാം. മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു എന്നതിന് പകരം വികരണങ്ങൾ പരസ്പരം സമഭാജികളാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇവിടെ ഈ അടുത്തടുത്തുള്ള 2 വശങ്ങൾ തുല്യമെന്നൊന്നും പറയുന്നില്ല അല്ലേ? അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അതായത് ഇതേ പടം തന്നെ, പക്ഷേ വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്, എല്ലാ വശങ്ങളും തുല്യം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡേ ഉള്ളൂ, എതിർവശങ്ങളെ തുല്യമാകുന്നുള്ളൂ സാമാന്തരികത്തിന്. പക്ഷെ നമുക്ക് എല്ലാ വശങ്ങളും തുല്യമായിട്ട് ഒന്ന് വരച്ചു നോക്കാം. ഇപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്ന എല്ലാ വശങ്ങളും തുല്യമാണ്. അതായത് ഇവിടെ എത്ര നീളമുണ്ടോ അതേ നീളം തന്നെയാണ് ഇതും, അതേ നീളം തന്നെയാണ് ഇതിനും. ഇതിന് പറയുന്ന പേരാണ് റോംബസ് അഥവാ സമഭുജ സാമാന്തരിക. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പാരലോഗ്രത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അതെല്ലാം റോംബസിനും ഉണ്ട്. പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇവിടെയും ഓപ്പോസിറ്റ് സൈഡ് ഈക്വലാണ്, എല്ലാ വശങ്ങളും തുല്യവുമാണ്. മനസ്സിലായോ? പിന്നെ എതിർവശങ്ങൾ സമാന്തരമാണ്, പാരലലാണ്. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വലാണ്. ഈ 2ാമത്തെ പോയിന്റ് എതിർ കോണുകൾ തുല്യമാണ്, ഇത് രണ്ടുമാണ് എതിർ കോണുകൾ തുല്യമാണ്. പിന്നെ 3ാമത്തെ പോയിന്റ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. പക്ഷേ ഡയഗണൽസ് ബൈസെക്ട് മാത്രമല്ല, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, ലംബ സമഭാജികളാണ്. അവിടെ ഒരു പോയിന്റ് എക്സ്ട്രാ വരികയാണ് ഈ റോംബസിൻ്റെ കേസിൽ. മനസ്സിലായോ? അപ്പോൾ ബാക്കി പോയിന്റുകളെല്ലാം കറക്റ്റാണ്. ഇവിടെ വരുമ്പോൾ എല്ലാ സൈഡും ഈക്വലുമാണ്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്നു. അതായത് ലംബ സമഭാജികളാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അപ്പം നമുക്ക് ആ പോയിന്റും കൂടെ ആ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം.
ഇവിടെ റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികമാണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാ വശവും 4 വശങ്ങളും തുല്യമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, എതിർവശങ്ങൾ സമാന്തരമാണ്. എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമാണ്. പിന്നെ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഈ ചുവന്ന കളറിലാണ് 2 ഡയഗണൽസ് അഥവാ വികരണങ്ങൾ വരച്ചിരിക്കുന്നത്. അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് 90, അത് 4 ഇടത്ത് നോക്കിയാലും 90 തന്നെയാണ്. പിന്നെ അത് മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകത്തുള്ളൂ, മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ പോയിന്റ്സും എഴുതി വെച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക്, അതായത് ഇവിടെ 2 ഡയഗണൽസ് തമ്മിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഡയഗണൽസ് അഥവാ വികരണങ്ങളുടെ നീളങ്ങൾ തന്നാൽ നമുക്ക് ഈ റോംബസിനെ എങ്ങനെ വരയ്ക്കാമെന്നും കൂടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ് 2 വികരണങ്ങൾ അഥവാ ഡയഗണൽസ്. അപ്പോൾ നമ്മൾ ആദ്യം 6 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. എന്നിട്ട് അതിൽ 4 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ ഇവിടെ 2 എടുക്കുക, ഇവിടെ 2 എടുക്കുക. 4ൻ്റെ പകുതി മുകളിലോട്ടും പകുതി താഴോട്ടും. എന്നിട്ട് ആ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോംബസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി ഈ ഒരു പോയിന്റും കൂടി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഈ ഡയഗണൽസ് അഥവാ വികരണങ്ങളുടെ നീളങ്ങൾ തുല്യമായാൽ, അതായത് രണ്ടിടത്തും 6 സെൻറ്റിമീറ്റർ വന്നാൽ അതെന്തായി മാറും? സ്ക്വയറായി മാറും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ, ഇത് 3 ഇതും 3, ഇത് 3, ഇത് 3. നോക്കിക്കേ, അന്നേരം നമുക്ക് എന്താ കിട്ടുന്നത്? ഈ ഒരു ത്രികോണം മാത്രം എടുക്കുക. അപ്പോൾ ഈ 2 കോണുകളും തുല്യമായിട്ട് വരും. ഈ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി, ഇത് മട്ടത്രികോണമാണല്ലോ, 90 ഡിഗ്രിയാണ്, റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെ 45 വരും, ഇവിടെയും 45 വരും. അതേപോലെ തന്നെയല്ലേ ഇവിടെയും 3ഉം 3ഉം അല്ലേ? അപ്പോൾ ഇതും 45, ഇതും 45. അപ്പോൾ ഇത് ടോട്ടൽ എത്ര വരും? 90 വരും. മനസ്സിലായോ? ടോട്ടൽ 90 വരുമ്പോൾ എന്തായി മാറും ഈ റോംബസ്? 90 വരയ്ക്കുമ്പോൾ എങ്ങനെ? കറക്റ്റ് ലംബമായിട്ട് സ്ക്വയർ ആയിട്ടാണല്ലോ വരുന്നത്. 90 ഡിഗ്രി വരയ്ക്കുമ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു റോംബസിലെ വികരണങ്ങൾ അഥവാ ഡയഗണൽസിൻ്റെ നീളങ്ങൾ തുല്യമായാൽ അതെന്തായി മാറും? സ്ക്വയറായി മാറും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ റോംബസ് വരയ്ക്കുന്നതും സ്ക്വയർ വരയ്ക്കുന്നതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് പേജ് നമ്പർ 111 ആദ്യത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 111 ഒന്നാമത്തെ ചോദ്യത്തിൽ റോംബസ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഡയഗണൽസിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അവിടെ 3 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ വികരണങ്ങളുടെ നീളം 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്ററും ആണ്. നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 6 സെൻറ്റിമീറ്റർ വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് വരയ്ക്കുന്നത്. ഈ 6 സെൻറ്റിമീറ്റർ ഡയഗണലിൻ്റെ നീളം, വികരണത്തിൻ്റെ നീളം നമ്മൾ ആദ്യം വരച്ചു. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ കറക്റ്റ് മിഡ് പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഓരോന്നും 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ വീതം ആകണം. നമുക്കറിയാം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ പകുതി കൂടുതൽ നീളം എടുത്തിട്ട് ഈ വരയുടെ ഒരറ്റത്ത് കുത്തി മുകളിലും താഴെയും ആർക്ക് വരയ്ക്കണം. കോമ്പസിൻ്റെ അളവ് മാറ്റാതെ മറ്റേ അറ്റത്ത് കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഇപ്പോൾ ഇത് ഒരു ഡയഗണലായി. രണ്ടാമത്തെ ഡയഗണൽ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 മുകളിലോട്ടും 2 താഴോട്ടും എടുക്കണം. കാരണം ഡയഗണൽസ് കറക്റ്റ് മിഡ് പോയിൻറ്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. മധ്യബിന്ദുവിൽ കൂടെയാണ് വികരണങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ മുകളിലോട്ട് 2ഉം താഴോട്ട് 2ഉം എടുക്കുക. നമുക്ക് കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. കോമ്പസിൽ കറക്റ്റ് 2 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഈ മധ്യബിന്ദു മിഡ് പോയിൻറ്റിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം.
ഇപ്പോൾ രണ്ടാമത്തെ ഡയഗണൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ഇനി നമുക്ക് ആ റോംബസിനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ റോംബസായി. ഇത് 6 സെൻറ്റിമീറ്ററും ഇങ്ങോട്ടുള്ളത് 4 സെൻറ്റിമീറ്ററും, ടോട്ടൽ 4 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ ഡയഗണൽസിൻ്റെ ലെങ്ത് 6.5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററോ തന്നിരിക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെ ആദ്യം 6.5 വരയ്ക്കുക. നമുക്ക് ഡെസിമലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തേൽ ഡെസിമലില്ല, രണ്ടാമത്തേൽ ഡെസിമലുണ്ട്, ദശാംശ നമ്പറുണ്ട്. അതിനെ നമ്മൾ ആദ്യം വരയ്ക്കുക, കാരണം സ്കെയിലിൽ അത് വരയ്ക്കാനാണ് എളുപ്പം. 6.5 എന്ന് പറയുമ്പോൾ 6നും 7നും ഇടയ്ക്കുള്ള നടുക്കത്തെ പോയിന്റ്. 6.5 വരച്ചു. ഇനി കോമ്പസിൽ പകുതി കൂടുതൽ എടുക്കുക. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. മറ്റേ അറ്റത്ത് വെച്ച് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് 4 സെൻറ്റിമീറ്റർ വേണം. 4ൻ്റെ പകുതി മുകളിലോട്ടും പകുതി താഴോട്ടും വേണം. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നേരത്തെ കോമ്പസിൽ എടുത്ത പോലെ തന്നെ 2 സെൻറ്റിമീറ്റർ എടുത്ത് കോമ്പസിലെടുത്ത് മുകളിലും ആർക്ക് വരയ്ക്കുക, താഴെ ആർക്ക് വരയ്ക്കുക. അപ്പോൾ ടോട്ടൽ 4 ആയല്ലോ. ഇപ്പോൾ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമ്പോൾ ഇത് 2 ആയി, ഇതും 2 ആയി. ഇത് 6.5ൻ്റെ പകുതി 3.25 ഇങ്ങോട്ട് വന്നു, 3.25 ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആണ്. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമവാചി ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ റോംബസ് കിട്ടും, അഥവാ സമഭുജ സാമാന്തരികം കിട്ടും. അപ്പോൾ നമ്മുടെ റോംബസ് കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ ചോദ്യം കൂടെ ചെയ്യാം. ഈ ചോദ്യത്തിലെ വികരണങ്ങളുടെ നീളം 6 സെൻറ്റിമീറ്റർ, 4.5. ആ 4.5 നമ്മൾ ആദ്യമേ വരയ്ക്കുക. കാരണം ആദ്യം 6 വരച്ചാൽ നമുക്ക് ആ 4.5ൻ്റെ പകുതി 2.25 കോമ്പസിലെടുത്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ 4.5 ആദ്യം എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറൊരു രീതി ചെയ്യാവുന്ന പറഞ്ഞാൽ 4.5ന് വേറെ നമ്മൾ ബൈസെക്ടർ വരച്ച് അതിൻ്റെ പകുതി എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 4.5 എടുക്കാം. 4നും 5നും ഇടയ്ക്ക് 0 സ്റ്റാർട്ട് ചെയ്യുക. പകുതി കൂടുതലെടുത്ത് മുകളിലും താഴെയും മാർക്ക് വരയ്ക്കുക. മെഷർ മാറ്റാതെ മറ്റേ അറ്റത്ത് വെച്ചിട്ട് മുകളിലും താഴെ ആർക്ക് വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി 3 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കണം. ആദ്യം നമ്മൾ വരച്ച് 4.5 ആണ് വരച്ചത്. ഇത് 4.5 ആണ് നമ്മൾ ആദ്യം വരച്ചത്. ഇനി 6ൻ്റെ പകുതി 3 എടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കണം. 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. അതിവിടെ കുത്തി ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് റോംബസ് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്.
ഡയഗണൽസിൻ്റെ നീളം 6.5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററാണ്. വികർണങ്ങളുടെ നീളങ്ങളാണ് 6.5ഉം 4.5ഉം. ഇവിടെ രണ്ടും ദശാംശ സംഖ്യകളാണ്, ഡെസിമൽ നമ്പേഴ്സാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഏതെങ്കിലും ഒന്ന്, ഇപ്പം ഞാനിവിടെ 6.5 ആണ് എടുക്കുന്നത്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള മിഡിൽ പോയിന്റ് എടുക്കുക, 6.5 വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, അതായത് പകുതി കൂടുതലെടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പകുതി കൂടുതലെടുത്തു മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. മറ്റേ എൻ പോയിന്റിൽ വെച്ചും മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. ജോയിൻ ചെയ്തപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇനി അതായത് ഇത് ടോട്ടലാണ് 6.5 സെൻറ്റിമീറ്റർ അല്ലേ. ഇനി 4.5 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 4.5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി, നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞാൽ 4.5ൻ്റെ പകുതി എടുത്ത് മുകളിലോട്ടും താഴോട്ടും. ഇതിപ്പോൾ 4.5ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2.25 വരും. അത് നമുക്ക് എടുക്കാൻ നടക്കുകയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4.5 തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഫോർ 4.5 എടുത്തു, അതിവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. കണ്ടല്ലോ. അപ്പം ഇത്രയും ടോട്ടൽ 4.5 ആണ്. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കും, അതായത് ഇങ്ങനെ വരയ്ക്കണം. അപ്പം നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ പകുതി കൂടുതൽ എടുക്കുക. കണ്ടല്ലോ, പകുതി കൂടുതലായല്ലോ. എന്നിട്ട് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ രണ്ട് വശത്തുമായിട്ട് വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക. കണ്ടല്ലോ, ഈ അറ്റത്ത് കുത്തി, അതായത് 4.5 തീരുന്നിടത്ത് കുത്തി രണ്ടാമത്തെ ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അവ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അതായത് ഇതാണ് 2.25. ഇതാ ഇത്രയും ഭാഗമാണ് 2.25. ഈ അളവ് താഴോട്ട് എടുക്കണം. കണ്ടല്ലോ, ഈ അളവ് താഴോട്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ഡയഗണൽ, ഇപ്പോൾ രണ്ടാമത്തെ ഡയഗണൽ എവിടം തൊട്ടാണ്? ഇവിടം തൊട്ട് ഇവിടം വരെ. ആദ്യത്തെ ഡയഗണലാണ് AB, ഞാൻ പേര് കൊടുക്കാം. ആദ്യത്തെ ഡയഗണൽ AB, രണ്ടാമത്തെ ഡയഗണൽ CD. മനസ്സിലായല്ലോ. ഇനി ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. അതായത് ADBC എന്നുള്ള റോംബസ് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ റോംബസ് കൺസ്ട്രക്ട് ചെയ്തു. രണ്ടും ഡെസിമൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് വരച്ച് പഠിക്കുക. ഞാൻ അടുത്ത ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡയഗണൽസ് അഥവാ വികർണങ്ങൾ 7 സെൻറ്റിമീറ്റർ വീതം ആയ ഒരു സമചതുരം. അവിടെ റോംബസ് മാറി എന്താവും? സമചതുരമാവും. ഇപ്പം രണ്ട് വികർണങ്ങളുടെയും നീളം 7 സെൻറ്റിമീറ്റർ ആണ്. 7 സെൻറ്റിമീറ്റർ വരച്ചു. പകുതി കൂടുതൽ എടുക്കുക, മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു. കോമ്പസിൻ്റെ അളവ് മാറ്റാതെ ആർക്ക് വരച്ചു. ജോയിൻ ചെയ്തു. ഇനി ഈ അളവ് തന്നെയല്ലേ മുകളിലോട്ടും വേണ്ടത്? ഈ പകുതി തന്നെയാണ് നമുക്ക് മുകളിലോട്ടും വേണ്ടത്. അപ്പോൾ അത് കോമ്പസിലെടുത്ത് മുകളിലും താഴെയും മാർക്ക് ചെയ്യുക. അപ്പോൾ അതും 7 സെൻറ്റിമീറ്റർ ആയല്ലോ. ഇനി ജോയിൻ ചെയ്താൽ മതി. അപ്പം നമുക്ക്
സ്ക്വയർ കിട്ടി. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വരയ്ക്കുന്ന കൺസ്ട്രക്ഷൻ പാർട്ട് എന്താണെന്ന് ചോദിക്കുന്നതാണ്. നല്ല രീതിയിൽ പഠിക്കുക, വരച്ച് പഠിക്കുക. രണ്ടാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം.